ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ 38 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത റവന്യൂ വകുപ്പ്. സർവേ ഭൂരേഖ വകുപ്പ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശയോടെ ഇവർ തിരിച്ചടയ്ക്കണം. മണ്ണ് സംരക്ഷണ വിഭാഗത്തിലും പൊതുഭരണ വകുപ്പിലും 6 വീതം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഓരോ വകുപ്പുകളായി നടപടിയെടുത്ത് വരികയാണ്. ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഉണ്ടായിരിക്കുന്ന നടപടിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുജയ, ഏറ്റവും കൂടുതൽ നടപടി വന്നിരിക്കുന്നത് ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ്. റവന്യൂ വകുപ്പ് കൂടാതെ സർവേ ഭൂരേഖ വകുപ്പ്, ഈ രണ്ടിലും കൂടിയാണ് ആകെ 38 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. അതിൽ സർവേ ഭൂരേഖ വകുപ്പിൽ 4 പേരെയും റവന്യൂ വകുപ്പിൽ 34 പേരെയും, അവരെല്ലാം വിവിധ തസ്തികകളിലുള്ളവരാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ CPIയുടെ വകുപ്പായ മണ്ണ് സംരക്ഷണ വിഭാഗത്തിൽ 6 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പിൽ 6 പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ള നടപടി, അതായത് നിലവിലെടുത്ത നടപടിയിൽ ഏറ്റവും വലുതാണ് ഇന്നിപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആകെ 38. ഈ വാങ്ങിയ പെൻഷൻ തുക തിരിച്ചു പിടിക്കുന്നതിനൊപ്പം സുജയ 18% കൂടി, ആ വാങ്ങിയതിൻ്റെ 18% കൂടി തിരിച്ചു പിടിക്കാനുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിൻ്റെ പട്ടിക പുറത്തിറങ്ങിയിരുന്നെങ്കിലും ഇതുവരെ അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസമാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പട്ടിക റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അതിലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ചുരുക്കത്തിൽ 1458 സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി ഈ ക്രമക്കേടിലൂടെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയതിൽ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് ഇതുവരെയും നടപടി സ്വീകരിച്ചത്. പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 1458 തന്നെ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഗസറ്റഡ് ഓഫീസർമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി എപ്പോഴുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് പറയുമ്പോൾ തന്നെ സുജിയ, ഇതുവരെയും ആർക്കെതിരെയും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന കാര്യവും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. 38 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് റവന്യൂ വകുപ്പിൽ നടപടി വന്നിരിക്കുന്നത്.